ദൈവത്തിന് സ്തോത്രം. കപടഭക്തിയും വഞ്ചനയും ആരിൽ കണ്ടാലും വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന പ്രതികരണ രീതിയായിരുന്നു യേശുക്രിസ്തുവിൻ്റേത്. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ വളരെ സസൂക്ഷ്മം വായിക്കാൻ കഴിയുന്ന നീതിയുള്ള ന്യായാധിപനായ ക്രിസ്തുവിന് അതിനുള്ള അധികാരമുണ്ട്. ശാസ്ത്രി, പരീശ, പുരോഹിത, പ്രമാണികളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാണ്, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ലൂക്കോസ് 16:15. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വാദപ്രതിവാദങ്ങളും ദുരാരോപണങ്ങളും കൊണ്ട് തടസ്സം സൃഷ്ടിച്ചത് ശാസ്ത്രി, പരീശ, പുരോഹിത, പ്രമാണികളായിരുന്നു. എന്താണ് അതിനുള്ള കാരണം? അവരുടെ ആഡംബര മുഖം മൂടിക്കുള്ളിലെ കറുത്ത ഹൃദയം ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചതായിരുന്നു പ്രശ്നം. ക്രിസ്തു വിരോധത്തിനുള്ള അവരുടെ കാരണവും അതായിരുന്നു. അവരെപ്പറ്റി പാവം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അയഥാർത്ഥമായ മിഥ്യാധാരണകളും ദിവ്യ സങ്കല്പങ്ങളും ക്രിസ്തു തിരുത്തി എഴുതി. അതവരെ വല്ലാതെ പ്രകോപിതരാക്കി. ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണമെന്ന് അവർ തീരുമാനിച്ചു. സൂക്ഷിക്കണം, മുഖംമൂടിക്കുള്ളിലെ സംശയാലുക്കളും മിഥ്യാഭിമാനികളും സ്വയം പ്രശംസക്കാരുമൊക്കെ വളരെ വളരെ അപകടകാരികളാണ്. പൊയ്മുഖം മൂടി അണിയുന്ന ശാസ്ത്രി, പരീശ, പുരോഹിത മനോഭാവം ക്രിസ്തുവിൻ്റെ കാലത്ത് മാത്രമല്ല, എന്നും എക്കാലത്തും കണ്ടുവരുന്ന രോഗബാധിതമായ ഒരു വ്യക്തിത്വ ശൈലിയാണ്. കപടമുഖം മൂടി അണിയുന്നവരുടെ വാസ്തവത്തിലുള്ള ലക്ഷ്യം എന്താണ്? സ്വന്തം ഇല്ലായ്മയും അപകർഷതാബോധവും വീഴ്ചയും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാനും ആളുകളുടെ ആരാധനാപാത്രമാകാനും അവരെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി ചൂഷണ ഇരകളാക്കാനുമാണ് ഇവർ സിദ്ധൻ്റെയും സാത്വികൻ്റെയും ഒക്കെ കപട മുഖം മൂടി അണിയുന്നത്. ഹൃദയത്തിലെ ദുഷ്ടമോഹങ്ങളും സ്വാർത്ഥ അജണ്ടകളുമൊക്കെ മറച്ചു പിടിക്കാനുള്ളതാണ് മുഖം മൂടി. കോവിഡ് ബാധയുടെ ഇക്കാലത്ത് മുഖാവരണമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്തതുപോലെ കപടഭക്തർക്ക് മുഖം മൂടിയില്ലാത്ത ഒരു സാമൂഹ്യ സമ്പർക്കത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അതവരുടെ ഡിഫൻസ് ഷീൽഡും ഒളിസങ്കേതവുമൊക്കെയാണ്. നീതിമാന്മാരും ദൈവഭക്തരുമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വിവിധ കോസ്റ്റ്യൂം അണിഞ്ഞ് അമ്പരിപ്പിക്കുന്ന ഭാവാഭിനയങ്ങളാണ് ശാസ്ത്രി, പുരോഹിത, പരീശ, പ്രമാണികൾ നടത്തിയിരുന്നത്. അവരുടെ പുറമോടി കണ്ട് ഭക്ത്യാദരവുകൾ നൽകിയിരുന്ന പാവം ജനങ്ങൾ ഇതൊക്കെ അപ്പാടെ വിശ്വസിച്ചു. പക്ഷേ ക്രിസ്തു അവരുടെ കിരാത മനസ്സ് വായിച്ചറിഞ്ഞ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്
അവർ ഈ വേഷപ്രച്ഛന്നങ്ങളും ഭാവാഭിനയങ്ങളും നടത്തുന്നതെന്ന് മനസ്സിലാക്കി. മനുഷ്യരിൽ നിന്നുള്ള പ്രശംസയായിരുന്നു മുഖംമൂടി അണിയുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. യോഹന്നാൻ 12:43 ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ ആഗ്രഹിച്ചു. ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ദ്രവ്യാഗ്രഹമായിരുന്നു മുഖംമൂടി അണിയുവാനുള്ള രണ്ടാമത്തെ പ്രേരണ. ലൂക്കോസ് 16 ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ ഇതെല്ലാം കേട്ടപ്പോൾ യേശുവിനെ പുച്ഛിച്ചു. വ്യാജവും അതിശയോക്തിയുമൊക്കെ വൈകാരിക ഭാവങ്ങളോടെ പറഞ്ഞും അഭിനയിച്ചും കാണിക്കുന്ന പരീശ മനോഭാവക്കാരാണ് വാസ്തവത്തിൽ ഇന്നും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. മീഡിയയിൽ ഹൈ റേറ്റിംഗ് കിട്ടാറുള്ളതും അവർക്ക് തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണം? പുറമോടി മാത്രം നോക്കിയാണ് ജനങ്ങൾ എപ്പോഴും ആളുകളെ വിലയിരുത്തുന്നത്. അതുതന്നെയാണ് കാരണം. ശ്രേഷ്ഠരും ശക്തരും ബുദ്ധിമാന്മാരുമാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുള്ള നേതാക്കളുടെ പിറകെയാണ് ലോകം പോകുന്നത്. അവരുടെ അംഗീകാരവും ഫേവറുമൊക്കെ ആഗ്രഹിക്കുന്നവർ അവരെ വിമർശിക്കാതെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തിരുത്തപ്പെടാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. കപടഭക്തരെ ദൈവം വെറുക്കുന്നുവെന്നാണ് തിരുവചനം ആവർത്തിക്കുന്നത്. കാഴ്ചയിൽ ശ്രേഷ്ഠരെയല്ല, ഉള്ളത്തിൽ സത്യവും പരമാർത്ഥതയുമുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. സ്വയനീതീകരണക്കാരായ പരീശനേക്കാൾ മാനസാന്തരവും മനോവിനയവുമുള്ള ചുങ്കക്കാരനിലാണ് ദൈവം പ്രീതിപ്പെട്ടത്. അതിശയോക്തിയും ഭാവാഭിനയവുമൊക്കെ മനുഷ്യരുടെ അടുത്ത് മാത്രം ചിലവാകുന്ന അടവുകളാണ്. തൻ്റെ ശിഷ്യന്മാർ ദുഷ്ടമോഹങ്ങളും ആത്മീയ പ്രകടനങ്ങളുമില്ലാത്തവരും വ്യാജമുഖംമൂടി അണിയാത്തവരുമൊക്കെ ആയിരിക്കണമെന്ന നിർബന്ധം ക്രിസ്തുവിനുണ്ടായിരുന്നു. ആദ്യ ശിഷ്യ സമൂഹം ക്രിസ്തുവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചത് സത്യസന്ധതയും ആത്മാർത്ഥതയും കറയില്ലാത്ത സ്നേഹവുമൊക്കെയായിരുന്നു. ക്രിസ്തുവിനെ മാതൃകയാക്കിയ ശിഷ്യന്മാരിലും ആ ഗുണങ്ങളൊക്കെ തിളങ്ങി. കാപട്യത്തിൻ്റെയും ദുഷ്ടമോഹത്തിൻ്റെയും പ്രവണതകൾ ശിഷ്യന്മാരിൽ കണ്ട എല്ലാ സമയത്തും ക്രിസ്തു ശക്തമായി ശാസിക്കുകയും താക്കീത് കൊടുക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് എല്ലാവരുമല്ല, പല മത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സ്ഥാനചിഹ്നങ്ങളുടെയും ബാഹ്യാവരണങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കാപട്യവും ദുഷ്ടതയും ദ്രവ്യാഗ്രഹവും അധാർമികതയുമൊക്കെയാണ് കാണുന്നത്.
അതൊക്കെ കണ്ടുപഠിക്കുന്ന ശിഷ്യന്മാർ അവരെക്കാൾ പാതകരും ഹൃദയശൂന്യരും ഭാവാഭിനയക്കാരുമായി തീരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ വളരെ നിർഭാഗ്യകരവുമാണ്. ബാഹ്യ പുറമോടികൾ കൊണ്ട് ആദരവും ആരാധകരെയും നേടുന്നവരെ ദൈവം അധികകാലം വേദിയിൽ നിർത്താറില്ല. മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ടും ഹൃദയ കാഠിന്യത്തോടെ തുടരുമ്പോൾ ദൈവം തട്ടിത്താഴെയിടും. 11-ാം സങ്കീർത്തനം, കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. പാവം ജനങ്ങൾ കഥയറിയാതെ കൈയടിക്കുമ്പോഴും ബെനഫിഷ്യറീസ് കീജൈ വിളിക്കുമ്പോഴും തുറന്നു പറയാനുള്ള ഭയം മൂലം പലരും നമ്മുടെ വീഴ്ചകളെപ്പറ്റി മിണ്ടാതിരിക്കുമ്പോഴും ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് സ്വയം ചിന്തിച്ച് നമ്മൾ അഹങ്കരിക്കരുത്. ആത്മപരിശോധന നടത്തണം. മനുഷ്യൻ പുറമേ നോക്കി വിധിക്കുമ്പോൾ ദൈവം ഹൃദയത്തിലേക്ക് നോക്കി വിലയിരുത്തുകയും വിധിക്കുകയും ചെയ്യുന്നവനാണെന്ന് ഓർക്കണം. തിരുവചന സത്യങ്ങൾക്ക് വിരുദ്ധമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ജീവിത ശൈലിക്ക് പിന്നിലെ താൽപ്പര്യങ്ങളും ഹിഡൻ അജണ്ടകളും എന്താണ്, എന്തിനാണ് എന്നൊക്കെ വിമർശനാത്മകമായി നമ്മൾ ചിന്തിക്കണം. ക്രിസ്തു വിമർശിച്ച മുഖംമൂടി അണിഞ്ഞ പരീശനാണോ, നിഷ്കളങ്ക ക്രിസ്തു ശിഷ്യനാണോ എന്ന് ഞാനും നിങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തണം. മനോഭാവങ്ങളിൽ ഗുണപരമായ തിരുത്തി എഴുതലുകൾ നടത്തണം. അതിനൊന്നും മനസ്സില്ലെങ്കിലോ അതിനുള്ള മറുപടി കർത്താവ് തന്നെ പറയട്ടെ. മത്തായി 7-ാം അധ്യായം, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അന്തരംഗത്തിലെ സത്യം അന്വേഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദൈവമേ, ബാഹ്യമായ പ്രകടനങ്ങളും പൊയ്മുഖങ്ങളും കാപട്യവും ഒഴിവാക്കി സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള
ഒരു സംശുദ്ധ ജീവിതശൈലി ചിട്ടപ്പെടുത്തുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ. സഭാമക്കളുടെയും നേതൃത്വത്തിൻ്റെയും മനോഭാവങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും പുനഃപ്രതിഷ്ഠയിലൂടെ സഭയുടെ സാക്ഷ്യവും വിശ്വസ്തിയും വീണ്ടെടുക്കാനും പുനഃസ്ഥാപിക്കാനും നവീകരണത്തിൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും അയക്കണമേ എന്ന് യേശു കർത്താവിൻ്റെ വിസ്മയനാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.